12.5 ദ ഹോൾ സ്ക്വയർ. ഇതിന് നമ്മൾക്ക് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്? 12 പ്ലസ് 0.5 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ? ഈക്വൽ ടു 12 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 12 ഇൻറ്റു 0.5 പ്ലസ് 0.5 ദ ഹോൾ സ്ക്വയർ. 0.5ൻ്റെ സ്ക്വയർ ഈക്വൽ ടു 12ൻ്റെ സ്ക്വയർ എത്രയാണ്? 12ൻ്റെ സ്ക്വയർ നമ്മൾക്കറിയാം അല്ലേ? 144 ആണ്. പ്ലസ് 2 ഇൻറ്റു 12 ഇൻറ്റു 0.5 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 12 എന്ന് പറഞ്ഞാൽ എന്താണ്? 24 ആണ്. 24 ഇൻറ്റു 0.5 എന്ന് പറഞ്ഞാൽ അത് 12 ആണ് വരുന്നത്. പ്ലസ് 0.5ൻ്റെ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 0.25. ഓക്കെ, ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എന്താണ് വരുന്നത്? 156.25 ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 50.7. 15.7 എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 15 പ്ലസ് 0.7 ദ ഹോൾ സ്ക്വയർ ആയിട്ട് എഴുതാം. 15 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 15 പ്ലസ് 0.7 പ്ലസ് 0.7 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇവിടെയാണ് കേട്ടോ ബ്രാക്കറ്റ് വരുന്നത്. ഇനി ഇതിനെ നമ്മൾക്ക് എങ്ങനെ ചെയ്യേണ്ടത്? 15 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? 225 അറിയുന്നതാണ് അല്ലേ? പ്ലസ് 2 ഇൻറ്റു 50 എന്ന് പറയുമ്പോൾ 30 ഇൻറ്റു 0.7 എന്ന് പറയുമ്പോൾ 21 ആണ് കേട്ടോ വരുന്നത്. ഓക്കെ, പ്ലസ് 0.7ൻ്റെ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 0.49 ഈക്വൽ ടു, ഇതെല്ലാം കൂടി നമ്മൾ ചെയ്യുന്ന സമയത്ത് 246.49 ആണ് ആൻസർ. ഓക്കെ അല്ലേ?